ഹലോ, വെൽക്കം ടു മൈ ചാനൽസ്. അപ്പോൾ ഇന്ന് നമുക്ക് സ്ലീവ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കമ്മീസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഭാഗം നെക്കായിട്ട് വരും. ഇത് ഷോൾഡറിൻ്റെ പോർഷൻ. അതുപോലെ തന്നെ ഈ വരുന്ന സെമി സർക്കിൾ മാറിയിരിക്കുന്നത് നമ്മുടെ ആം ഹോൾ കർവാണ്. ഈ കർവ് ആം ഹോൾ കർവ്, അതായത് നമ്മുടെ ഷോൾഡറും ആമും കൂടെ ജോയിൻ ചെയ്യുന്നതിൻ്റെ പകുതി ഭാഗം. നമ്മൾ അളവെടുക്കുമ്പോൾ അത് മുഴുവൻ സർക്കിളായിട്ട് റൗണ്ട് ചെയ്തിട്ടാണ് അളവെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ മുഴുവനായിട്ടായിരിക്കും നമ്മൾ അളവെടുക്കുന്നത്. അങ്ങനെ അളവെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 18 ഇഞ്ചാണ്. അതുപോലെ 16 കിട്ടാം, 17 കിട്ടാം, അത് ഓരോരുത്തരുടെ അളവനുസരിച്ചിരിക്കും. ഇനി ഈ 18ൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കും. നമ്മുടെ വേസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് നമ്മളൊരു 2 ഇഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ കൈയുടെ അവിടെയും നമ്മൾ 2 ഇഞ്ച് കൊടുക്കണം. എന്നാലേ തയ്ച്ച് വരുമ്പോൾ നമുക്ക് തയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ അതുപോലെ തന്നെ 18 + 2 ഇഞ്ച്, അങ്ങനെ 20 ഇഞ്ച് നമ്മുടെ വിഡ്ത്താക്കി എടുക്കണം. അതായത് തുണിയുടെ വിഡ്ത്ത് 20 ഇഞ്ച്. ഇനി നമുക്ക് വേണ്ടത് ലെങ്ത്താണ്. അപ്പം നമ്മുടെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമിൻ്റെ ആ ജോയിൻ്റ്, ഷോൾഡർ മുതൽ നമുക്ക് എത്ര നീളം വേണോ, എത്ര കൈ വേണോ അത്രയാണ്. അപ്പം ഞാനിവിടെ 3/4 കൈയാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വരച്ചതാണ് നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ചിലവരത് 5 ഇഞ്ച് വെക്കും, അതായത് ചെറിയ സ്ലീവ്സ് വെക്കും. ഇതിപ്പോൾ ഞാൻ 3/4 സ്ലീവാണ് വെക്കുന്നത്. ഏകദേശം 15 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ചിലവർ 16 എടുക്കും. ഞാനിവിടെ 15 എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ലെങ്ത്ത് 15 ഇഞ്ച്. ഇനി നമുക്ക് ഈ ലെങ്ത്തിൻ്റെ കൂടെ തന്നെ 2 സൈഡിലേക്ക്, ഇത് ഈ ഭാഗത്തും അതുപോലെ ഈ സൈഡിലും നമുക്ക് മടക്കി അടിക്കാനും ഉണ്ട്, കൂട്ടിച്ചേർത്ത് തയ്ക്കാനുണ്ട്. അങ്ങനെ 1.5 ഇഞ്ച് ഞാൻ അലവൻസ് കൊടുക്കുകയാണ്, സീം അലവൻസ് കൊടുക്കുകയാണ്. ഇവിടെ ഒരു 1/2 ഇഞ്ചും, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 1/2 കൊടുത്തതിന് ബാക്കി 1 ഇഞ്ച് അതും കൊടുത്ത്, അങ്ങനെ 1.5 ഇഞ്ച്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ 15 + 1.5 16 ആയിരിക്കും നമ്മുടെ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ തുണി എടുക്കുമ്പോൾ നമ്മൾ 20 × 16 അങ്ങനെയുള്ളൊരു 2 പീസ് തുണി എടുക്കുക. കാരണം 2 കൈക്ക് വേണ്ടേ. അങ്ങനെ 2 പീസ് തുണി എടുക്കുക, 20 × 16. അപ്പോൾ ഞാൻ 2 തുണി എടുത്തിരിക്കുകയാണ്. ലെങ്ത്ത് വൈസ് നോക്കുകയാണെങ്കിൽ 16, അതുപോലെ തന്നെ വിഡ്ത്ത് വൈസ് 20 എടുത്തിരിക്കുക. ഇതാണ് വിഡ്ത്ത്, ഇത് ലെങ്ത്തും. അങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി, ഇത് 2 പീസുണ്ട്. നല്ല വശം അകത്തോട്ടാണ്, 2ൻ്റെയും നല്ല വശം അകത്തോട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് മടക്കി കൊടുക്കുകയാണ്. ഇത് ശരിക്ക് നീറ്റായിട്ട് മടക്കി കൊടുക്കാം. റോങ് സൈഡാണ് പുറത്തുള്ളത്, അകത്ത് നല്ല വശമാണ്. ഇപ്പോൾ 4 പീസായിട്ട് ഇരിക്കും. നല്ല നീറ്റായിട്ട് വച്ചു കൊടുക്കുക. ഉണ്ടോ, അങ്ങനെ 4 വശമുണ്ട്. അപ്പോൾ ഈ സൈഡ് ഓപ്പൺ സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ക്ലോസ്ഡ് വശമാണ്. അത് നമുക്കൊന്ന് ശരിക്കും, എനിക്ക് തയ്ക്കാനുള്ള സൗകര്യത്തിന്, അടയാളപ്പെടുത്താനുള്ള സൗകര്യത്തിന് ഞാൻ ഒന്ന് ശരിക്കും വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഫോൾഡഡ് സൈഡും, അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡ് ഓപ്പൺ സൈഡുമാണ്. ഞാൻ ഇതിങ്ങനെ വച്ചു. അപ്പോൾ ഈ സൈഡ് ഞാൻ മടക്കി തയ്ക്കുന്ന അറ്റമാക്കി വെക്കുകയാണ്. ആ സൈഡ് ഞാൻ നമ്മുടെ ആം ഹോള് മാർക്ക് ചെയ്യാനും എടുക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം. അതായത് 16 ഇഞ്ചാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, 16 ഇഞ്ച്. ഇത് ഫോൾഡഡ് വശവും, ഇത് ഓപ്പൺ സൈഡും. അപ്പോൾ ഈ സൈഡ് നിൽക്കും 3/4 അറ്റം. ഇവിടെയാണ് മടക്കി തയ്ക്കാൻ പോകുന്നത്. അതുപോലെ മറ്റേ സൈഡ്, ഈ ഭാഗം ആം ഹോളിൻ്റെ വശമായിട്ട് ഞാൻ എടുക്കും. അപ്പോൾ ഇനി നമുക്ക് മാർക്കിങ് തുടങ്ങാം. അപ്പോൾ ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് ഏകദേശം ഒരു 3.5 ഇഞ്ച് നമുക്കൊരു മാർക്കിങ് കൊടുക്കാം. അത് 42 ഇഞ്ചാണ്. അപ്പോൾ 42 ÷ 12 എന്ന കണക്കിൽ 3.5 ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. നോക്കൂ, 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ 3.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സീം അലവൻസിൻ്റെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ചരിച്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. ചരിച്ച് മാർക്ക് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും.
അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇനി ഇവിടുന്ന്, അതായത് നമുക്കിതിപ്പോൾ 20 ഇഞ്ചിൻ്റെ തുണി മടക്കി വെച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ മൊത്തത്തിൽ 10 ഇഞ്ചുണ്ട്. ഈ 10 ഇഞ്ചിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഞാൻ കണ്ടുപിടിക്കുന്നത്, അതായത് 5. ആ 5-ലൊരു മാർക്കിംഗ് കൊടുത്തു. ഇനി നമുക്ക് 3.5 ഇഞ്ചിൽ നിന്ന് നേരെ മുകളിലോട്ട് അങ്ങനെ ഒരു വളച്ചങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ശരിയായില്ല, ഞാൻ ഒന്നും കൂടെ മറ്റൊരു ചോക്ക് വെച്ച് വരച്ച് കാണിച്ചു തരാം. അതെ, ഇതിങ്ങനെ കൊണ്ടുവരിക. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കുറച്ചും കൂടെ സ്ലാൻഡ് ചെയ്ത്, ഒരു ഇത്തിരി സ്ലാൻഡ് ചെയ്ത് വരച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ആ മിഡിൽ പോയിൻ്റ് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴോട്ട്, നമ്മൾ വരച്ചതിൻ്റെ താഴേന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടി വരച്ചു കൊടുക്കാം. അതെ, ഇങ്ങനെ ഒന്ന് വളച്ചങ്ങോട്ട് കൊണ്ടുപോകാം. ഞാനൊന്നും കൂടെ മറ്റൊരു കളർ ചോക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനൊരു നീല ചോക്ക് എടുത്തുകൊണ്ട് വന്നു, ഒന്നും കൂടെ തെളിഞ്ഞ് കാണാനായിട്ട്. ഇതിനും കൂടെ പൊക്കി ഞാനൊന്ന് വരച്ചു കൊടുത്തു. അതുപോലെ തന്നെ താഴെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ താഴെയും ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവ്സിൻ്റെ 15 ഇഞ്ച് വരുന്ന അവിടെ നമുക്ക് എത്ര അളവുണ്ട് അതനുസരിച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഈ സൈഡിൽ. അപ്പോൾ 15 ഇഞ്ചസ് എന്ന് പറഞ്ഞാൽ ഏകദേശം മുട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗമായിട്ട് വരും. അപ്പോൾ അവിടെ എത്രയുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്തിട്ട് അതിവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം 10.5 വരും. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി എടുക്കുകയാണ്, കാരണം തുണി മടക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 5.25. അപ്പോൾ ഞാനിനി 5.25 വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 5.25 മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത്തിരി ഒരു 5.5 ആയിപ്പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമുക്കത് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ 5.25 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സീം അലവൻസ് വേണം. അത് മുകളിലും 2 കൊടുത്തുകൊണ്ട് താഴെ ഞാൻ 2 കൊടുക്കുകയാണ്. അതോ 1.5 ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ മുകളിൽ കൊടുത്ത മാതിരി തന്നെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ താഴെയും അത്ര തന്നെ കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊക്കെ ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്കൊരു കേർവായിട്ടുള്ള സ്കെയിൽ എടുത്തിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ജോയിൻ ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മുടെ കൈയുടെ വണ്ണം താഴോട്ട് പോകുന്നതോറും കുറഞ്ഞു വരും. അപ്പം ഞാൻ അതനുസരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ആം ഹോളിൻ്റെ കറക്റ്റാണോ, കറക്റ്റ് 18 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. ഒരു ഇച്ചിരി കൂടി പോയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പിന്നീട് അഡ്ജസ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പം നമ്മൾ കണക്ട് ചെയ്യുന്ന തുണിയുമായിട്ട് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ ഇപ്പോൾ എനിക്ക് അത് കറക്റ്റ് 9 ഉണ്ട്. 9, 9, 18. പിന്നെ 2 ഇഞ്ച് നമ്മളിവിടെ അലവൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇനി നമുക്ക് ഈ കർവ് സ്കെയിൽ വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബാക്ക് ആം ഹോളിൻ്റെ അതനുസരിച്ചായിരിക്കും ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമാണ് 2 പീസ് മാത്രം എടുത്ത് വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്ക് വെട്ടിക്കഴിഞ്ഞു. ഇനി ഈ കാണുന്നതിൽ നിന്ന് 2 എണ്ണം മാത്രം, മുകളിലെ 2 എണ്ണം മാത്രം കൈകൊണ്ട് എടുത്ത് പിടിച്ചിട്ട് കുഴിച്ച് വെട്ടാൻ പോവാണ്. ഒരു 1/2 ഇഞ്ച് നമ്മൾ താഴോട്ട് ഇറക്കി വരച്ചില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് കുഴിച്ച് വെട്ടാൻ പോകും. നമ്മൾ ആ മടക്കുള്ള ഭാഗത്ത് ഒരു കട്ടിങ് കൊടുക്കാൻ പോവാണ്. എല്ലാത്തും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു കട്ടിങ്ങിന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അതിനോട്. അപ്പോൾ ഇനി നമുക്ക് ഈ വശവും കൂടെ കട്ട് ചെയ്ത് കൊടുക്കണം. അത് നമുക്കിപ്പോൾ കട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ 2 സ്ലീവ്സും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടിങ്ങനെ തിരിച്ചിടാം. ഇതൊരു സൈഡിലെ സ്ലീവായി കുഴിച്ച് വെട്ടിയതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ മറ്റേ സൈഡിലും കാണിച്ചു തരാം. അങ്ങനെ 2 സൈഡിലെ സ്ലീവ്സ് റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.